SDPI CPIM ബന്ധമെന്ന UDF നേതാക്കളുടെ ആരോപണം അത് തുടരുന്നതിനിടെ തിരുവനന്തപുരം നേമമണ്ഡലത്തിൽ SDPIയുടെ പിന്തുണ LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിക്കായിരിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് CP അബ്ദുൽ ലത്തീഫ് അറിയിച്ചിരിക്കുന്നു. സ്ഥാനാർത്ഥിയും പാർട്ടിയും പിന്തുണ ആവശ്യപ്പെട്ടു. വോട്ട് വേണ്ടെന്ന് പറയുന്നത് ഒരുതരം അശ്ലീലമാണ്. മഞ്ചേശ്വരത്ത് ആർക്ക് പിന്തുണ കൊടുക്കണമെന്ന് തീരുമാനിച്ചിട്ടില്ലെന്നും CP അബ്ദുൽ ലത്തീഫ് 24-നോട് പറഞ്ഞു. കാണാം ആ പ്രതികരണം. നേമത്ത് LDFിനെ പിന്തുണക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവിടുത്തെ സാഹചര്യങ്ങളും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇടതുപക്ഷത്തിനെ പിന്തുണച്ചത്. അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം അതാണ്. കഴിഞ്ഞ വർഷം നമുക്കൊരു പോളിസി തന്നെ ഉണ്ടായിരുന്നു. BJPയെ പരാജയപ്പെടുത്താൻ മറ്റുള്ളവരെ വിജയിപ്പിക്കുന്നൊരു പോളിസി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അങ്ങനെയാണ് തീരുമാനിച്ചിരുന്നത്. ഇപ്രാവശ്യം നമ്മൾ നേമത്ത് അവർക്ക് പിന്തുണക്കും. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ് ചേരുന്നു. നിഖിൽ പ്രമേഷ്, SDPI CPIM ബന്ധം ശക്തമാണ് എന്ന ആരോപണം UDF നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ആവർത്തിക്കുന്നതിനിടെയാണ് ഇപ്പോൾ SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി, നേമത്തെ LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിയും CPIM-ഉം ആവശ്യപ്പെട്ടിട്ടാണ് ഈ പിന്തുണയെന്നും CPA ലത്തീഫ് ഇപ്പോൾ നിഖിൽ പ്രമേഷിനോട് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, SDPI നേരിട്ട് മത്സരിക്കാത്ത 95 മണ്ഡലങ്ങളുണ്ട്. ഈ 95 മണ്ഡലങ്ങളിലും എന്ത് നിലപാട് തങ്ങൾ സ്വീകരിക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ ഒരു കൂടിയാലോചനയ്ക്ക് ശേഷം തീരുമാനിക്കുമെന്നുള്ളതാണ് SDPIയുടെ സംസ്ഥാന അധ്യക്ഷൻ നമ്മളോട് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് അവിടുത്തെ പ്രാദേശിക നേതൃത്വമടക്കം ഇടപെട്ട പശ്ചാത്തലത്തിൽ നേമത്ത് ഇപ്പോൾ വി ശിവൻകുട്ടിയെ പിന്തുണയ്ക്കാൻ, CPIM സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ അവർ തീരുമാനിച്ചിരിക്കുന്നു. അത് ഔദ്യോഗികമായി അദ്ദേഹം നമ്മളോട് സ്ഥിരീകരിക്കുകയാണ്. അവിടുത്തെ പാർട്ടി നേതൃത്വം സ്ഥാനാർത്ഥിയും അഭ്യർത്ഥിച്ചത് പ്രകാരമാണ് ഇത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് പാർട്ടി കടക്കുന്നത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അതേസമയം മഞ്ചേശ്വരത്ത് എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നുള്ള കാര്യവും ഇതുവരെ അക്കാര്യത്തിലൊരു വ്യക്തത കൈവന്നിട്ടില്ല. ശിവൻകുട്ടി, ഈ SDPIയുടെ പിന്തുണ വി ശിവൻകുട്ടി ഇതിനോടകം തന്നെ അവിടെ സ്വീകരിച്ചിട്ടുമുണ്ട്. ആര് വോട്ട് തന്നാലും അത് സ്വീകരിക്കും. ആരുടെയും വോട്ട് വേണ്ട എന്ന് പറയാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം ഇന്നലെ വ്യക്തമാക്കിയത്. എന്തായാലും അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണമാവുകയാണ്. അതോടൊപ്പം തന്നെ മറ്റു മണ്ഡലങ്ങളിൽ ഇനിയിപ്പോൾ ബാക്കി വരുന്ന ഏതാണ്ട് 90-ൽ പരം മണ്ഡലങ്ങളുണ്ട്. ഇവിടെ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് തങ്ങൾ എത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. പല മണ്ഡലങ്ങളിലും ഇടതുമുന്നണിയെ പിന്തുണച്ചേക്കുമെന്ന് പ്രാദേശികമായി മറ്റും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടെങ്കിലും അതിൽ സംസ്ഥാന നേതൃത്വം ഔദ്യോഗികമായ ഒരു തീരുമാനം കൈക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇപ്പോൾ മങ്കടയിലെ കാര്യമടക്കമാണെങ്കിൽ മങ്കടയിൽ SDPI സ്ഥാനാർത്ഥി പറയുന്നത് താൻ ഇടതുമുന്നണിക്ക് പിന്തുണ നൽകും എന്നുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി വിഷയത്തിൽ നേരത്തെ തന്നെ അവരുടെ മുന്നണിക്കകത്ത് തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനം ഉയർന്നു വന്നതാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സംസ്ഥാന പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. ദിലീപ്, ഇതാ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ നിഖിൽ പ്രമേഷ് കൊണ്ടുവന്നിരിക്കുന്നത്. SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫ് തുറന്നു പറയുകയാണ്. നേമത്ത് LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടിക്ക് SDPI പിന്തുണ നൽകും. അത് SDPIയോട് CPIM-ഉം വി ശിവൻകുട്ടിയും ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പിന്തുണ നൽകാൻ തീരുമാനിച്ചതെന്നാണ് SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. രാഷ്ട്രീയ കേരളം ഈ വിഷയം വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യുമെന്നതിൽ തർക്കമില്ല. SDPIയുടെ പിന്തുണ സ്വീകരിക്കുമോ ഇല്ലയോ എന്ന ആരോപണം CPIM നേരിട്ടുകൊണ്ടിരിക്കുന്നതിനിടെ, നേതാക്കൾ തന്നെ അത്തരം ചോദ്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതിനിടെയാണ് SDPI സംസ്ഥാന പ്രസിഡന്റ് CPIM ആവശ്യപ്പെട്ടിട്ടുണ്ട്. LDF സ്ഥാനാർത്ഥി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് പിന്തുണ നൽകണം എന്ന കാര്യത്തിൽ എന്നത് തുറന്നു പറയുന്നത്. കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷാണ് SDPI സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫിന്റെ പ്രതികരണം ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തെ അറിയിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയാകും ഈ വെളിപ്പെടുത്തൽ എന്ന കാര്യത്തിൽ സംശയമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.